ഞാൻ പറയണത് ശ്രദ്ധിക്കുക ആദ്യം. എല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് എന്നാ കാണിക്കാനാ 3 പേരും ഉണ്ട്. ചക്ക, കപ്പ, കായ. അവരുടെ പ്രദേശത്ത് എന്തിനാ നമ്മൾ നിൽക്കുന്നത്? അതെ 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 അതെ. മിടുക്കിയാണല്ലോ. അടുത്ത പഞ്ചായത്തിൽ പോകേണ്ടി വന്നില്ല അല്ലേ? അതെ അതെ അതെ. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവോ എന്ന് ശങ്കിച്ചാ ഞാൻ മേടിച്ചത്. ആദ്യമേ തന്നെ പറയാം, ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞതാണ്. ഇപ്പം നമ്മളിതേ ചേമ്പ് വറുത്തതേ കിളിം കിളിം. ഇപ്പം നമുക്ക് ചേമ്പൊന്ന് ക്ലീൻ ചെയ്യാം. ചേമ്പ് ക്ലീൻ ചെയ്യണ മൈക്കോണല്ലേ, ഇച്ചിരി ഈ തടവും കുഴിയൊക്കെ ഉള്ളതുകൊണ്ട് പങ്കപ്പാടാട്ടോ ഇത്. പ്രകൃതിയിൽ നിന്നുകൊണ്ടാ. പ്രകൃതിയൊക്കെ ഞാൻ പറയണത് ശ്രദ്ധിക്കുക ആദ്യം. പ്രകൃതിയും മറ്റതൊക്കെ പിന്നെ പറയുക. അതായത് ഇത് ക്ലീൻ ചെയ്തെടുക്കണ അത്ര എളുപ്പമല്ല. തടവും കുഴിയൊക്കെ ആയിട്ടിരിക്കുന്ന സാധനം ആയതുകൊണ്ട് ആദ്യം ഒന്ന് ചുരണ്ടി വെച്ച് ചെത്തു വല്ലതും ചെയ്യണമെങ്കിൽ ചെത്തി എടുക്കാം, എന്നാലേ ക്ലീനായി കിട്ടുള്ളൂ. അല്ലാണ്ട് ക്ലീൻ ആവൂല. ചുരണ്ടുമ്പോ അത്യാവശ്യം പോണ്ടല്ലേ, കൂർക്കട പോലെ അത്യാവശ്യം ഭയങ്കര പശപ്പ. പിടിക്കാം അതല്ല, തടവും കുഴിയുള്ളതുകൊണ്ട് ആ വലുതായത് പിടിക്കാം. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. ഇന്ന് നമ്മൾ ചേമ്പ് പുഴുങ്ങാനൊന്നും അല്ല പോണേ. പുഴുങ്ങാൻ ഈ പണി ചെയ്യണ്ടല്ലോ. അതെ, പുഴുങ്ങാൻ തൊണ്ടോടു കൂടിയാണ് നമ്മൾ പുഴുങ്ങാറ് കേട്ടോ. പലരും പല രീതിയിലായിരിക്കും. ഇന്ന് നമുക്ക് പ്രത്യേക രീതിയിലൊന്ന് പുഴുങ്ങി നോക്കാം സ്റ്റീമറിലാണ്. ചേമ്പ് കാണുമ്പോ എപ്പോഴും ഒരു നൊസ്റ്റാൾജിയ. എന്തോരം ദേ ഇവിടെ നിക്കണതിന്റെ പടം വേണമെങ്കിൽ എടുക്കാൻ. തണ്ട് പഴുത്തു പോയി. എല്ലാം അടിയിൽ ഇങ്ങനെ മാങ്ങ പോലെ ആയിട്ട് ഈ പന്നേലി അത് ഹോള് പോലെ വെച്ചേക്കുവാ തിന്നേച്ച്. എന്നാ ചെയ്യാനാ? അതുകൊണ്ടാ ചേമ്പ് മേടിച്ചത്. ചേമ്പ് മേടിച്ചിൽ വന്നേച്ച് പിറ്റേ ദിവസം എൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ചേമ്പ് പറിച്ച് കൂട്ടിയിട്ടേക്കണം. അപ്പം ഞങ്ങൾ മിണ്ടിയൊന്നുമില്ല. അപ്പം ചോദിച്ചു, ഇവിടെ ചേമ്പുണ്ടോടിയെന്ന് ചോദിച്ചു. അന്നേരം ഞാൻ ഇങ്ങനെ ചിരിച്ചു. അപ്പം മനസ്സിലായില്ലാന്ന്. അപ്പം പിന്നെ പറഞ്ഞു, ഇന്നലെ ലുലു മാളിൽ നിന്ന് മേടിച്ചു എന്ന് പറഞ്ഞു. ആണ്ട കിടക്കണം എന്ന് പറഞ്ഞ് വേഗം ഞാൻ പറഞ്ഞു അധികം വേണ്ട, ഏതായാലും 1.5 കിലോയ്ക്ക് മേൽ മേടിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ടുവന്നിട്ട് എന്നാ കാണിക്കാനാ 3 പേരും ഉണ്ട്. അത് കാരണം 5-8 എടുത്തുണ്ട്. 2 കിലോയ്ക്ക് മാത്രം ഉണ്ടെന്ന് തോന്നണത് അല്ലേ? മുഴുത്തതാ അത്. അമ്മയുടെ കാലത്തൊക്കെ ചേമ്പ് വറക്കുമായിരുന്നു? ഇല്ല, ചേമ്പ് വറക്കലൊന്നുമില്ല. ചേമ്പ് പുഴുങ്ങും, ചേമ്പ് അടുപ്പിൽ ചുടും, പിന്നെ ചേമ്പ് ഉലർത്തും അത്രേ ഉള്ളൂ. വറക്കലൊന്നുമില്ല. വറക്കണേ അവിടെ വറക്കണത് ചക്ക, കപ്പ, കായ, ഇതാണ് അവിടെ വറക്കല്. പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെ. അതെ, ഇത് ഇങ്ങനെ തൊലി പോവാത്ത ഭാഗം ചെത്തിയില്ലെങ്കിൽ ശരിയാവില്ല. അപ്പോൾ ചുരണ്ടേച്ച് എത്തിയാൽ പിന്നെ അത്രയും കാമ്പ് പോകണ്ടല്ലോ എന്നോർത്താം. ഈ ബ്രൗൺ പോലെ ഈ കളർ ചേഞ്ച് ഉള്ളത് നമ്മൾ ചെത്തിയില്ലെങ്കിൽ അത് പിന്നെ വറക്കുമ്പോഴും ശരിയാവുകയില്ല. പുഴുങ്ങുമ്പോഴും ചുടുമ്പോഴും ആ പരിപാടി വേണ്ട കേട്ടോ. നമുക്കിത് ചെയ്തേച്ചങ്ങ് തൊലി കളഞ്ഞെടുക്കാമല്ലോ. ഇതാകുമ്പോൾ ഇതിൽ കറുത്ത ഡോട്ടുകൾ പാടില്ല. ഇതാ എന്തോരം കിളികളല്ലേ ഇതുവരെ കേൾക്കാത്തതൊക്കെ. സൗണ്ട് ഇന്നലെ അവിടെ ചെന്ന് സിറ്റ് ഔട്ടിലിരുന്നപ്പോഴും കേട്ടു പ്രത്യേക കിളിയുടെ എന്തോ സൗണ്ട് സന്ധിക്ക്. ഇവിടെ കിളികൾ എത്തിയിട്ടുണ്ട് കുറെ. വേനൽക്കാലത്ത് ചില പ്രത്യേക ദേശാടനം പോലെ അല്ലേ? മരങ്ങളുള്ളത് കൊണ്ടാന്ന് തോന്നുന്നു. പാടത്തിന്റെ ഓരോ അല്ലേ, കരിയിലാമ്പീച്ചി, അതുകൊണ്ടാന്ന് എനിക്ക് തോന്നണം. പാടവും ഉണ്ട്, മരങ്ങളും ഉണ്ടല്ലോ ഇഷ്ടം പോലെ. പിന്നെ ഇവിടെ അവർക്കാണ് കൂടുതൽ സ്വാതന്ത്ര്യം. അത് ശരിയാ, നമ്മളൊന്നും അല്ല. നമ്മൾ വന്നേക്കണവരെ അവരുടെ പ്രവൃത്തി. അവരുടെ പ്രദേശത്ത് എന്തിനാ നമ്മൾ നിൽക്കുന്നത്? അതെ 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 അതെ. അധികം ചെത്തി ഇങ്ങനെ കളയണില്ല. വറക്കാനുള്ളതാകുമ്പോൾ ഈ കളറൊന്നും പാടില്ല, ക്ലീൻ ആയിരിക്കണം. വെട്ടുകൊണ്ടാന്ന് തോന്നണല്ലേ? പറിച്ചപ്പോൾ ഈ കത്തിന്നും പോട്ടെ, ഇത് തൂമ്പ ചേർന്നതാണ്. അരിഞ്ഞ ഉടനെ വെള്ളത്തിൽ ഇത് പിടിക്കണ്ടല്ലോ. ഞാൻ വേഗം ചെത്തിച്ച് വരാം. ഭയങ്കര ഞോളപ്പാ. ഞാനില്ലേ തൊണ്ടിയെത്തിയത് നിങ്ങൾ കണ്ടല്ലോ. ഒരു 5-6 ആവർത്തി ഇപ്പൊ ഇത് കഴുകിട്ടോ. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ഞോളപ്പല്ലേ. അപ്പൊ കഴുകി കഴിഞ്ഞിട്ട് ഞാൻ അരിയൂല, അല്ല അരിഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ കഴുകൂല. അപ്പൊ അതനുസരിച്ച് ഒരു 5-6 ആവർത്തി ഞാനിപ്പോ കഴുകി സിങ്കിലേക്ക് വെള്ളം ഒഴിച്ചേച്ച് നമുക്കൊന്ന് തുടച്ചെടുത്തേച്ച് നമുക്ക് സ്ലൈസറിൽ അരിഞ്ഞ് വെളിച്ചെണ്ണയിലേക്ക് ഇടാം കേട്ടോ. ഉപ്പും നീരും റെഡിയാക്കി വെക്കണം. അടുത്ത് നമുക്ക് തുടച്ചെടുക്കാം. കായ വറക്കണ പോലെ തന്നെ, അതുപോലെ തന്നെ നനവ് ഒപ്പിയെടുക്കണതാട്ടോ. നന്നായിട്ട് വെള്ളം വലിച്ചെടുക്കണം. അത് വലിച്ചെടുക്കണം, അല്ലെങ്കിൽ നനൂന്നിരിക്കും. വറുത്ത് കഴിയുമ്പോഴേ ഇതാവൂല, നമ്മള് കായൊക്കെ വറക്കണ പോലെ ക്രിസ്പി ആവൂല. നനവ് ഫുൾ പോണം. ഒരു പ്ലേറ്റിലേക്ക് വെക്കാം അല്ലേ?
മൂത്തോ? ആ മൂത്തു. ഒരെണ്ണം ഇട്ട് നോക്കിയതാട്ടോ. ഇത് സ്പീഡിൽ അരിയണം, പുതിയ സ്ലൈസർ ആയതുകൊണ്ട്. അതെ, പിടിന്ന് വീഴുന്നുണ്ടല്ലോ. മിടിക്കുകയാണല്ലോ. ഈ സമയത്ത് അമ്മ മിണ്ടില്ല കേട്ടോ, ബിക്കോസ് കോൺസെൻട്രേഷൻ ഈസ് വെരി മച്ച് നീഡഡ്. മതി. ആദ്യമല്ലേ? ആദ്യമായിട്ട് തന്നെയല്ല, എണ്ണ. ഇതാണ് ഇപ്പൊ 90 ഡിഗ്രിയുടെ ഗുണം. അല്ല, 45 ഡിഗ്രി. 90 സ്ട്രൈറ്റ്. അതെ. ഇപ്പൊ കടയിൽ പറഞ്ഞ് ഭയങ്കര ചിരിയായിരുന്നു. ഏത് ഞാൻ ഷൈനിൽ ചെന്ന് ചോദിച്ചപ്പോ ഇതിപ്പോ അപ്പയ്ക്ക് കറമുറ കുറയ്ക്കാനുള്ളതായി. അപ്പയ്ക്ക് വേണ്ടാന്ന് എന്നോട് പറഞ്ഞു. എണ്ണ വറക്കണോണ്ടാ, എണ്ണയിൽ വറക്കണേ എല്ലാ ഇച്ചിയും നന്നായി വലിഞ്ഞെടുക്കാം നമുക്ക്. അതൊക്കെ എടുക്കാം, കനം കുറഞ്ഞോണ്ട് പെട്ടെന്നാകും. നീ മുഖം മാറ്റി പിടിച്ചോ. നീ പറഞ്ഞ പോലെ സ്ലൈസർ എടുത്ത് വെച്ചായിരുന്നു. അടുത്ത പഞ്ചായത്തിൽ പോകേണ്ടി വന്നില്ല അല്ലേ? അതെ. ഇച്ചിരിച്ച കളർ ചേഞ്ച് വരുമ്പോഴത്തേക്കും കോരണോട്ടോ. സ്ലൈസറിൽ അരിയണോണ്ട് വളരെ നൈസായിട്ടല്ലേ അരിഞ്ഞു വീഴണ, കൈകൊണ്ട് കത്തിയും കൊണ്ട് മാനുവൽ ഇതല്ലല്ലോ. അപ്പൊ എന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് ഇതാവും. ഈ സൗണ്ട് അങ്ങ് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കോര. അപ്പൊ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, കട്ടിയില്ലാത്തോണ്ട്. ഇനി കോരിയാലോ? ലൈറ്റ് ബ്രൗൺ ആവുമ്പോഴേക്കും ഇനി കോര. പറ്റിയില്ലെങ്കിൽ ഒന്നുകൂടി ഇട്ടാ മതിയല്ലോ. പിന്നെ പറ്റിയില്ലെങ്കിൽ ഇപ്പൊ ആദ്യത്തെ ട്രിപ്പല്ലേ, കുഴപ്പമില്ല, ചേമ്പല്ലേ. ഒരുവാണേ അതെ, വേഗം തീരും. ഫുൾ ഫ്ലെയിമിൽ കിടന്ന് ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ എണ്ണ കുടിക്കും കിടന്ന്. എന്താ ഒരു കുഴപ്പം. ആ പൊടി വീണത് അടുത്ത ട്രിപ്പിൽ കരിയും. എണ്ണ വാൾട്ടേട്ടോ. അത് പിന്നെ ടിഷ്യൂ ഇട്ടാണ് വെക്കുന്നത്. അല്ല, എന്നാലും ഇച്ചിരി വാർന്നോട്ടെ, കുഞ്ഞിച്ച് നിർത്തി വാർക്കാം. അടുത്ത ട്രിപ്പ് സെക്കൻഡ് ട്രിപ്പ് കേട്ടോ. കശു അത് കിടമ്പേ അങ്ങനെ ഇടണം ഒറ്റയടിക്ക്. സ്ലൈസർ നല്ലതാണല്ലോ. അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ശങ്കിച്ചാ ഞാൻ മേടിച്ചത്. നല്ലതാ, നല്ല ഷേപ്പാ. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ വീഴും. ഇത് മതിയാവും, എണ്ണയിൽ മുങ്ങി കിടക്കണം. അതാ ഒരു കാര്യം പറയാം. പറഞ്ഞോ. 5-6 ട്രിപ്പ് നമ്മൾ കഴുകി വെച്ച് ഡയറക്റ്റ് അത് തുടച്ചത് നിങ്ങൾ കണ്ടല്ലോ. ഡയറക്റ്റ് തുടച്ച് ഇതിലേക്ക് വറക്കാനായിട്ട് നമ്മൾ ഇടുക ചെയ്യണേ. യാതൊരു പശപ്പുമില്ല കേട്ടോ. അരിഞ്ഞു കഴിഞ്ഞേച്ച് കഴുകണമെന്നില്ല. പക്ഷെ അല്ലാതെ തൊണ്ട് കളഞ്ഞിട്ട് ഒരു 5-6 ട്രിപ്പ് നമ്മൾ ഞോളപ്പ് പോവാനായിട്ട് കഴുകണം, ഫുൾ ഫോമില. അത് കഴിഞ്ഞിട്ട് അരിഞ്ഞത് ഇപ്പൊ യാതൊരു ഞോളപ്പും അതിനില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്തേക്കണം കേട്ടോ. കഴിഞ്ഞ് കഴുകി കഴിഞ്ഞാലേ പിന്നെ അത് തുടച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്, തുടയ്ക്കാനും പാടാണ്. അത് ഞങ്ങള് ആദ്യമേ തന്നെ പറയാം, ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞതാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ രീതികളുണ്ടാവും, ആ രീതി ചെയ്താൽ മതി. ഇങ്ങനെ ചെയ്താലും യാതൊരു തരത്തിലുള്ള ഞോളപ്പോ കളർ ചേഞ്ചോ ഇല്ലാന്ന് ഞാൻ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതാ കേട്ടോ. ഈ എന്നെ സംബന്ധിച്ച് സ്ലൈസറിൽ നമ്മൾ അരിഞ്ഞു കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് കഴുകി കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം മാലാനായിട്ട് നമ്മൾ കൊട്ടയിലോ ഗഴുത്തപാത്രത്തിലോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് ഒടിയും. സ്ലൈസറിൽ ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അത് വെള്ളം വാർന്ന് കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര ഈസി അല്ല എനിക്ക് തോന്നണത്. അപ്പം അതുകൊണ്ട് ഞാൻ ആ പണിക്ക് പോയില്ല. കാ വറക്കുമ്പോഴൊക്കെ ചെയ്യണ പോലെ കായുടെ കറ പോവാൻ നമ്മൾ കഴുകിയെടുക്കൂലേ, തൊലി കളഞ്ഞേച്ച് ചുരണ്ടി വെച്ച്. അപ്പം അങ്ങനെ ചെയ്യുന്നത് പോലെ തന്നെ ഇത് അതിലും കൂടുതൽ ഒരു 3-4 ട്രിപ്പോടെ കൂടുതൽ കഴുകി. അപ്പം ഫുൾ അതിൽ ഞോള പോലെയുള്ളത്. കായ്ക്ക് ഞോളയല്ല, കറയല്ലേ. അപ്പം അത് ഇതിന് പോയി കിട്ടിയിട്ടുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായം നിങ്ങളോട് ഷെയർ ചെയ്തതാ കേട്ടോ. ഒഴിക്കാം കേട്ടോ. അടുത്ത പഞ്ചായത്തിൽ അതെ എത്താറായി അല്ലേ പഞ്ചായത്തിട്ടേ. ഈ മൂപ്പിന് നമുക്കങ്ങ് കോര ഇരുന്ന് കുറച്ചങ്ങ് ആയിക്കോളൂ കേട്ടോ. ഫുൾ ഫ്ലെയിമിൽ തന്നെ എപ്പോഴും കിടക്കണത്. എണ്ണ നന്നായി വാർന്ന് കിട്ടും. അവിടെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം. മറ്റേ പ്ലേറ്റിലേക്ക് ഇവിടേക്ക് ആദ്യം വെച്ചു, എണ്ണ വാർന്നു കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് വെച്ചു, ഇനിയും വാരും. അതിലിരുന്ന് അങ്ങ് ആയിക്കോളൂ. അത് ഈ കോരമ്പത് ഇങ്ങനെയൊന്ന് കൊട്ടിയാൽ മതി, കുഞ്ചി പിടിച്ചപ്പോൾ മാക്സിമം. പിന്നെ ഞാൻ പറഞ്ഞില്ല, കൂടുതൽ ഒഴിക്കുവാണെങ്കിൽ പെട്ടെന്ന് വാർന്ന് കിട്ടും. ഇപ്പം അധികം എണ്ണ ഒഴിച്ചിട്ടില്ല, അതുകൊണ്ടാണ്.
അപ്പം നമ്മളിതേ ചേമ്പ് വറുത്തതേ ആ കിളിം കിളിം. അയ്യോ അതെന്നാ തട്ടിയിട്ട് പോവാത്തത്. പാത്രം ചെറുതായിട്ടാന്ന് തോന്നുന്നത്. ദേ കിലിങ്കിലും വളരെ നല്ലതാട്ടോ. ഞാൻ ആദ്യം ഒരു പ്രാവശ്യം പറഞ്ഞു ഇതിന്റെ കൂടെ ഒരു മഴയും ഒരു കട്ടൻ ചായ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. ഒന്നുകൂടി അങ്ങനെ തട്ടിയ ഈ പാത്രത്തിൽ നിന്ന് പുറത്തേക്ക് പോകാം. എനിക്ക് വലിയ പാത്രമാണ് എന്നെ സംബന്ധിച്ച്. അല്ലെങ്കിൽ ദേ ഇനി കൈ കണ്ട് കാണിക്കാം, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ദേ പൊട്ടറ്റോ വറക്കണേ ഒരു ഇത് എനിക്ക് സംഗതി കിടിലൻ സാധനമാണ്. കുറച്ചുകൂടെ ഇവിടെ വറുത്ത് ആരെങ്കിലും ചേമ്പ് വറുത്തത് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അത്രേ അല്ല ഉള്ളത്. ദേ ഇവിടെ എണ്ണ വാലാൻ വെച്ചിട്ടുണ്ട്. ദേ ഇവിടെ എണ്ണ വാലാൻ വെച്ചിട്ടുണ്ട്. ദേ ഇതൊരു കിടിലൻ സാധനം കേട്ടോ. ദേ ഒരെണ്ണം തിന്ന് കാണിക്കാം. ദേ സൗണ്ട് കേട്ടല്ലോ. എനിക്ക് എണ്ണ വറുത്തായോണ്ടാ ഞാൻ അധികം. ഒരെണ്ണായിട്ട് നമുക്ക് തിന്നാൻ പറ്റില്ല, ഒരു പിടിയെ എടുത്ത് തിന്നോളൂ, അത്ര രുചിയാ. അല്ല തണുത്ത് കഴിഞ്ഞിട്ട് കുപ്പിയിലാക്കാം. അതെ. ഓക്കെ.